ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഗോൾഡ് സൂക്ക് കേട്ടോ. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ ഇവിടെ നല്ലത് പോയി നോക്കി തന്നെ വേണം, കണ്ടറിയണം എന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വെറും ഗോൾഡും ഡയമണ്ട്സും ഉള്ള കടകളാണ്. ഈ ദുബായിൽ ഇങ്ങനെ ഒരു സൂക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത്. അപ്പം നോക്കുമ്പോൾ നമ്മളെ യൂസുഫ് ഭായിൻ്റെ പെർഫ്യൂമിൻ്റെ കട യൂട്യൂബിലൊക്കെ വൈറലായ കടയാണ്. അപ്പോൾ അതിൽ കയറി ഞങ്ങളൊക്കെ ഒരു മിക്സൊക്കെ നോക്കി. അവിടെ യൂസുഫ് ഭായി ഒന്നും ഇല്ല കേട്ടോ. അവർ കുറേ മറാത്തികളും കുറേ ആൾക്കാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെ പണിക്കാരും ഇതൊക്കെ പാടെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇതുവരെക്കും ഗോൾഡ് സൂക്കൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി അങ്ങനെ പോകണം. അവിടുന്ന് കുറച്ചും കൂടിയാണ് നേരെ പോയി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ മാത്രമുണ്ട് ഈ സ്വർണ്ണങ്ങളും ഇതൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫാമിലിനെയും കൊണ്ട് പെണ്ണുങ്ങളെയും കൊണ്ടൊക്കെ പോവുകയാണെന്നുവെച്ചെങ്കിൽ വൈഫിനെയും കൊണ്ടൊക്കെ പോവുകയാണെന്നുവെച്ചെങ്കിൽ തന്നെ അത് ഭയങ്കര ഇടങ്ങാറാക്കാരം. കാരണം എന്താ വെച്ചാൽ അവരൊന്ന് പോന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസകരം. അപ്പോൾ ജോയി ആലുക്കാസും അതിൻ്റെ അപ്പുറത്തുള്ള മലബാർ ഗോൾഡ് ഡയമണ്ടും ഒക്കെ എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. ഇത് കാര്യമായിട്ട് ഈ സ്വർണ്ണത്തിൻ്റെ തന്നെ ഉള്ളൂ. ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഈ സ്വർണ്ണം എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ഇതിനെപ്പറ്റി അറിയണമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ, കാരണം ഇതൊക്കെ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. കാരണം എനിക്കിത് കണ്ട് പരിചയമില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് മാതിരി സൂക്ക്. നോക്ക് എന്തോ ഒരു രസമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ പണിതെക്കണം. എങ്ങനെ ഇതൊക്കെ പണിതെക്കണമെന്ന് പണിതവനൊക്കെ സമ്മതിക്കണം. അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാടുണ്ട്. ഞങ്ങൾ ഗേറ്റ് നമ്പർ 3 കൂടി അങ്ങനെ കിടക്കുകയാണ് ഗോൾഡ് സൂക്ക്. ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ വേറെ ലോകമാണ്. അവിടെ ചെന്ന വേറെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർണ്ണത്തിൻ്റെ തന്നെ വേറെ ലോകം. വേറെ ഒരു കടയൊന്നുമില്ല കേട്ടോ. ഇത് ഈ സ്വർണ്ണക്കടകൾ മാത്രമേ അതന്നെ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞത്. അപ്പം മലബാർ ഡയമണ്ട്സിനും കണ്ടു. അതിലൊന്നും പിന്നെ നമ്മൾ കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഈ പുറത്തുള്ള കാഴ്ച എടുക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാണുന്നതൊക്കെ നമ്മളെടുത്തു. ഇതിൻ്റെ പേരൊന്നും ഞാൻ എന്നോട് ചോദിക്കരുത്, കാരണം ഇതൊന്നും അറിയില്ല. കാരണം നമുക്ക് ഇതിനെപ്പറ്റി സ്വർണ്ണത്തിനെ പറ്റിയിട്ട് ഒരു അറിവില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാനാണ്. അതിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങൾ കാണാണ്ട് കുറേ ഈ ഷോപ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് സംഭവങ്ങളൊക്കെ ഇത് എന്താ ആനക്ക് നെറ്റിപ്പട്ടം കെട്ടിയമാരുള്ള സാധനങ്ങളാണ് കുറേ. ഇത് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഇതൊക്കെ ജനങ്ങൾ ഇടുമെന്നുള്ളതും അറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. കുറച്ച് ദൂരെ പോയി എന്ന് പറഞ്ഞാൽ അവിടെ പുറത്തു കൂടിയൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര സൗകര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഫോറിനേഴ്സുകളും കുറേ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്, കുറേ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ വർത്തമാനം പറഞ്ഞ് ടൈം പാസ് ആക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ഫോറിനേഴ്സുകളാണ് അധികം. ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ റിങ്, സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് ഗിന്നസ് വേൾഡിലൊക്കെ കയറിയ റിങ്ങാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു നെറ്റിപ്പട്ടം കിട്ടിയമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഗോൾഡ് സൂക്കിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ്. നേരെ പോണത് എവിടുക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറിൻ്റെ അവിടുക്കാണ് പോണത്. ഈ ഷോപ്പ് വിന്നിൻ്റെ കാറിൻ്റെ അടുത്ത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കാറാണ് ഇത്. ഇവിടുത്തെ ദുബായ് പോലീസിൻ്റെ കാറിൻ്റെ അപ്പോൾ ദുബായ് പോലീസിൻ്റെ കാറാണിത്. കാറിൻ്റെ ഒരു മോഡലാണ് ഈ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയത്. ഇത് സ്വർണ്ണമാണോ എന്നുള്ളതിനെ വിശ്വസിക്കാൻ പാടില്ല. അതിനപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അത് സ്വർണ്ണം പൂശിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും